നമ്മുടെ മേശപ്പുറത്തിരിക്കുന്ന ഒരെണ്ണം ഒരു സാധനം ഒരു ഭക്ഷണം ആവണമെങ്കിൽ അതിൽ ഒന്നുകിൽ ഫൈബർ വേണം, അല്ലെങ്കിൽ പ്രോട്ടീൻ വേണം, അതും അല്ലെങ്കിൽ മിനറൽസ് വേണം, അതും അല്ലെങ്കിൽ വൈറ്റമിൻസ് വേണം. കാർബോഹൈഡ്രേറ്റ് അന്നജത്തിന്റെ ഒരു സോഴ്സ് വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസിൽ നിന്ന് വരുന്ന കാർബോഹൈഡ്രേറ്റ് അന്നജമാണ് കുറച്ചുകൂടെ ബെറ്റർ. ബിക്കോസ് അത് നാരുകൾ കൂടെ പാക്കേജ് ആയിട്ട് വരുന്നതാണ്, അതിൽ നിന്നുള്ള അബ്സോർപ്ഷൻ കുറവായിട്ട്. എന്നാൽ സീരിയൽസ്, ധാന്യങ്ങളിൽ നിന്ന് വരുന്ന കാർബോഹൈഡ്രേറ്റ് അന്നജം കൂടുതൽ അബ്സോർബ് ചെയ്യാനും കുറച്ച് ഫൈബറേ ഉള്ളൂ, അതിൽ കുറച്ച് നാരുകളേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 50-60 വർഷത്തെ ഭക്ഷണ ചരിത്രം, അതിൻ്റെ രീതി നോക്കിയാൽ തന്നെ പ്രകടമായൊരു വ്യത്യാസമുണ്ട്. നമ്മൾ കൂടുതലും പ്രോസസ്ഡ് ഫുഡിലേക്ക് പോവുകയാണ്. പ്രോസസ്ഡ് ഫുഡ് കൂടുന്തോറും ഫൈബർ കുറയും, കലോറി കൂടും, എക്സസ് എനർജി വരും, ഫാറ്റായിട്ട് വരും, സ്റ്റോർ ചെയ്യും, ഫാറ്റി ലിവർ വരും. ഇത് എല്ലാവിധ മെറ്റബോളിക് രോഗങ്ങൾക്കും, പ്രമേഹം, രക്തമർദ്ദം, സ്ട്രോക്ക്, കിഡ്നി ഡിസീസസ്, എന്തിനേറെ പറയുന്നു പൈൽസ് പോലും, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഇതെല്ലാത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പ്രോസസ്ഡ് ഫുഡ് നമ്മൾ കൂടുതൽ കഴിക്കുന്നു എന്നുള്ളതാണ്.